കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ 600 കോടിയുടെ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ അത്യന്തം നാടകീയമായ അട്ടിമറി നീക്കങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ അരങ്ങേറുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കണ്ണ് വെട്ടിച്ച പുതിയ UDF സർക്കാരിനെ വലിയൊരു കോടതി ലക്ഷക്കുരുക്കിൽപ്പെടുത്താൻ നോക്കിയ ഉദ്യോഗസ്ഥ ലോബിക്കിട്ട് പണി കൊടുത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു അടിയന്തര രക്ഷകനായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണകാലത്ത് പടർത്തുയർത്തിയ അഴിമതി കോട്ടയിലെ ചില അദൃശ്യ ശക്തികൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലിരുന്ന പുതിയ സർക്കാരിനെതിരെ കരുക്കൾ നീക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിപ്പോൾ പുറത്തേക്കെത്തുന്നത്. ഹൈക്കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ MD കെ രതീഷ്, INTUC പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവരെ CBI വിചാരണ ചെയ്യാൻ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ട് നിലവിലെ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു ഉത്തരവിറക്കിയത്. എന്നാൽ ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയ അസാധാരണവും വിനാശകരവുമായ ചില പരാമർശങ്ങൾ സതീശൻ സർക്കാരിനെ ആകെ പ്രതിരോധത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു. ഹൈക്കോടതി നിർബന്ധിച്ചതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ വിചാരണയ്ക്ക് അനുമതി നൽകേണ്ടി വന്നതെന്ന തരത്തിലുള്ള വാചകങ്ങളാണ് കാഷ്യൂ സെക്രട്ടറി കെ ബിജു തയ്യാറാക്കിയ ഉത്തരവിൽ ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഒരു വിചാരണ കോടതിയെ പോലെയാണ് ഹൈക്കോടതി പ്രവർത്തിക്കുന്നതെന്ന ഗുരുതരമായ ആക്ഷേപവും ഈ സർക്കാർ ഉത്തരവിൽ എഴുതി ചേർത്തു. ഇതിനേക്കാളേറെ അസാധാരണമായിട്ട് പ്രതികളായ കെ രതീഷിനും R ചന്ദ്രശേഖരനും ഈ വിചാരണ അനുമതി ഉത്തരവിനെതിരെ അപ്പീൽ പോകാനുള്ള പ്രത്യേക അനുമതിയും വ്യവസായ വകുപ്പ് ഈ ഉത്തരവിലൂടെ തള്ളിയില്ലെന്നോണം വെച്ചു നീട്ടി. കഴിഞ്ഞ ബുധനാഴ്ച ഈ ഉത്തരവ് അതുപടി തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നുവെങ്കിൽ സതീശൻ സർക്കാർ വലിയൊരു നിയമക്കുരുക്കിലെങ്കിലും കോടതിയലക്ഷ്യ നടപടിയിലെങ്കിലും അകപ്പെടുമായിരുന്നു. എന്നാൽ ഈ ഉത്തരവിലെ അപകടം കൃത്യമായി മണത്തറിഞ്ഞ അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു അത് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറായില്ല. ഉത്തരവിൽ വ്യക്തത വരുത്താൻ 2 ദിവസം കൂടി സമയം വേണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിന്റെ രക്ഷകനാവുകയായിരുന്നു. അഴിമതിക്ക് കൂടെപിടിക്കുന്ന ഉദ്യോഗസ്ഥ ലോബി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ എത്രത്തോളം വലിയ കെണിയിലേക്കാണ് പെടുത്താൻ നോക്കിയതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം. നിയമവൃത്തങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ ഞെട്ടിച്ച മറ്റൊരു സംഭവം നടക്കുന്നത് അതിനുശേഷമാണ്. അഡ്വക്കേറ്റ് ജനറൽ പോലും കോടതിയിൽ സമർപ്പിക്കാത്ത അതീവ രഹസ്യമായിട്ട് വെക്കേണ്ടിയിരുന്ന ഈ ഔദ്യോഗിക ഉത്തരവിലെ വിവാദ ഭാഗങ്ങൾ 2ാം പ്രതിയായ R ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ച് പരസ്യമാക്കി എന്നതാണ്. ഹൈക്കോടതിയുടെ സമ്മർദ്ദം കാരണമാണ് സർക്കാർ വിചാരണ അനുമതി നൽകിയതെന്ന് ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഏജ് പോലും ഹാജരാക്കാത്ത ഒരു ഒഫീഷ്യൽ ഫയൽ എങ്ങനെയാണ് ഒരു പ്രതിയുടെ കൈകളിൽ എത്തിയത്? സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ എപ്പോഴും നിയന്ത്രിക്കുന്നത് പ്രതികളുടെ തോഴന്മാരായ ഉദ്യോഗസ്ഥരാണോ എന്ന ചോദ്യമാണ് ഇതോടെ ശക്തമായിരിക്കുന്നത്. ഹൈക്കോടതിയെ പോലും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഉത്തരവ് ഇറക്കിയതിനെതിരെ കേസിലെ ഹർജിക്കാരനായ കടകംപള്ളി മനോജ് സർക്കാരിനെതിരെ പുതിയ കോടതിയലക്ഷ്യ ഹർജിയുമായിട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന. ഇത് സംഭവിച്ചാൽ ഉദ്യോഗസ്ഥരുടെ തലതിരിഞ്ഞ ബുദ്ധിക്ക് മറുപടി പറയേണ്ടി വരിക മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരിക്കും. മുൻപ് ഇതേ കേസിൽ മുഹമ്മദ് ഹനീഷ് IAS ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതാണ്. എന്നിട്ടും നിലവിലെ കാഷ്യൂ സെക്രട്ടറി കെ ബിജു തയ്യാറാക്കിയ ഉത്തരവിൽ ഇത്തരത്തിൽ വിവാദത്തിന് പിന്നിൽ കൃത്യമായ അട്ടിമറിയുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഇത്തരം ഇടതുപക്ഷ അവശിഷ്ടങ്ങളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പുതിയ സർക്കാർ വലിയ വില നൽകേണ്ടി വരും. എന്തായാലും അടുത്ത ബുധനാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പഴയ അബദ്ധങ്ങളെല്ലാം തിരുത്തിയെ പുതിയൊരു ഉത്തരവ് കോടതിയിൽ സമർപ്പിച്ച് തടിയൂരാനാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ അടിയന്തരമായിട്ട് നീക്കം നടത്തുന്നത്.